സ്റ്റീൽ ഡോർസും വിൻഡോസും തുരുമ്പ് പിടിക്കുമോ? എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്, പലരും എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. നമ്മളുടെ സ്റ്റീൽ ഡോർസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റ GI ഷീറ്റ് കൊണ്ടാണ്. GI എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ. സ്റ്റീൽ ഷീറ്റുകളുടെ പുറത്ത് ഒരു സിങ്കിൻ്റെ കോട്ടിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഈ സിങ്ക് കോട്ടിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ യൂണിറ്റാണ് GSM അഥവാ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്നത് 16 ഗേജ് 120 GSM ഷീറ്റുകളാണ്. അപ്പോൾ ഈ ഒരു കോട്ടിങ്ങോട് കൂടി ഇത് ഹൈലി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയി മാറുകയാണ്. പക്ഷേ നമ്മളിതൊരു വിൻഡോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സിങ്ക് കോട്ടിംഗ് നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് വീക്ക് പോയിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ സ്ഥലങ്ങളിൽ ഓട്ടോമൊബൈൽ ഗ്രേഡ് NC പുട്ടി കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ഹൈ ഗ്രേഡ് പ്രീമിയം ക്വാളിറ്റിയുള്ള എപ്പോക്സി പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് കോട്ടിംഗ് നടത്തുന്നു. ഈ കോട്ടിംഗ് നമ്മൾ ഒന്നല്ല 2 ലെയേഴ്സ് ഓഫ് കോട്ടിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 ലെയേഴ്സ് ഓഫ് എപ്പോക്സി പ്രൈമർ കൂടെ അടിച്ചതിന് ശേഷമുള്ള ഫൈനൽ പ്രോഡക്റ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു ലെയർ ഓഫ് പെയിൻറ്റ് കൂടെ നിങ്ങൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റീൽ വിൻഡോസിൻ്റെ പുറത്ത് എന്തൊക്കെ ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്? സിങ്കിൻ്റെ കോട്ടിംഗ് അഥവാ ഗാൽവനൈസേഷൻ, പിന്നെ NC ഗ്രേഡ് പുട്ടി, അതിൻ്റെ പുറത്ത് 2 ലെയർ ഓഫ് പ്രീമിയം അപ്പോക്സി പ്രൈമർ, അതിൻ്റെ പുറത്ത് ഒരു ലെയർ ഓഫ് പെയിൻറ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് തുരുമ്പ് പിടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.